എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +1 +2 പബ്ലിക് എക്സാം 2025 കൊമേഴ്സ് വാല്യുവേഷൻ ക്യാമ്പിൽ നിന്നും വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. വിശദമായ അപ്ഡേറ്റിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +1 +2 പബ്ലിക് എക്സാം 2025 വാല്യുവേഷൻ ക്യാമ്പിൽ നിന്നും വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന നല്ല തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. നമ്മൾ ഈ വാർത്തകൾ നോക്കുമ്പോൾ കൊമേഴ്സ് വിഷയത്തെക്കുറിച്ച് സാധാരണ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് വിഷയങ്ങൾ വാല്യുവേഷൻ ക്യാമ്പ് ഒരിക്കലും ടൈറ്റ് ആക്കാറില്ല. സ്ട്രിക്റ്റ് വാല്യുവേഷൻ ഉപയോഗിക്കാറില്ല, ലിബറൽ വാല്യുവേഷൻ തന്നെയാണ് ഉപയോഗിക്കാറ്. പിന്നെ സ്ട്രിക്റ്റ് വാല്യുവേഷൻ ഉപയോഗിക്കുന്ന വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ സയൻസ് വിഷയങ്ങളിലെ കെമിസ്ട്രി പോലുള്ള ഡബിൾ വാല്യുവേഷൻ ഉള്ള വിഷയങ്ങൾ മാത്രമാണ്. കൊമേഴ്സ് എന്ന രീതിയിൽ കൊമേഴ്സ് എടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കൊമേഴ്സ് എന്നത് നല്ലൊരു വിഷയം തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം ഞാൻ കൊമേഴ്സ് അല്ല പഠിച്ചത്, ഞാൻ ഹ്യൂമാനിറ്റീസ് ആണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ കൊമേഴ്സ് വിഷയങ്ങൾ പൊതുവേ കൊമേഴ്സ് കഴിഞ്ഞാൽ എൻ്റെ ഒരു ധാരണ പ്രകാരം കണക്ക്, അക്കൗണ്ടിങ്, ബിസിനസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പോലുള്ള അങ്ങനെ ഒരു ധാരണ മാത്രമേ എനിക്ക് കൊമേഴ്സിനെ കുറിച്ച് ഉള്ളൂ. വാട്ടെവർ, കൊമേഴ്സ് വാല്യുവേഷൻ ക്യാമ്പിൽ നിന്ന് പുറത്തു വരുന്ന അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള അപ്ഡേറ്റ് തന്നെയാണ്. വിദ്യാർത്ഥികളെ കുഴപ്പത്തിലാക്കും തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോഴും മനസ്സിലാവുന്നൊരു കാര്യം. വാല്യുവേഷൻ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരാഴ്ച ലീവാണ് വാല്യുവേഷൻ ക്യാമ്പ്, എന്നാൽ പോലും നടന്നുകൊണ്ടിരിക്കും. അടുത്ത തിങ്കളാഴ്ച മുതൽ വാല്യുവേഷൻ ക്യാമ്പ് വീണ്ടും ആക്റ്റീവ് ആകും. നല്ല വിദ്യാർത്ഥികളെ കുഴപ്പത്തിലാക്കും വിധത്തിലുള്ള ക്വസ്റ്റ്യൻ അല്ല, അത് വിദ്യാർത്ഥികൾക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ഭാഗം, അത് ക്വസ്റ്റ്യൻസ് ഒരു വിദ്യാർത്ഥികളെ കുഴപ്പത്തിലാക്കും തരത്തിലുള്ള ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. വാല്യുവേഷൻ ക്യാമ്പിൽ നിന്നും നോക്കുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം നല്ല രീതിയിൽ ജയവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്തായാലും വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക, ധൈര്യത്തോടെ ഇരിക്കുക. +1 ആയാലും +2 ആയാലും ധൈര്യത്തോടെ ഇരിക്കുക. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജയിക്കുകയൊക്കെ ചെയ്യും. ഇനി അഥവാ നമുക്ക് എന്തെങ്കിലും കാരണം വെച്ചാൽ ഏതെങ്കിലും ഒരു വിഷയത്തിനോ ഫെയിലായി പോയി കഴിഞ്ഞാൽ ഭയപ്പെടേണ്ട. +2 വിദ്യാർത്ഥികളാണെങ്കിൽ ജൂൺ മാസത്തിൽ നിങ്ങളുടെ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ വിളിക്കും. ഇനി +1 ഫെയിലാകുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? സാധാരണഗതിയിൽ ജൂൺ ഓർ ജൂലൈ +2 പോലെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ടായിരുന്നു. പക്ഷേ ഇനി +1 നിങ്ങൾക്കിപ്പോൾ സപ്ലി അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് +2 മെയിൻ എക്സാമിനൊപ്പം മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഭയപ്പെടുകയൊന്നും വേണ്ട, ജയിക്കും. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ പുതിയ കാണാം. മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് സ്കറിയ ഫോട്ടക്, ദ കരിയർ ഗൈഡൻറ്റ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.